ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നീസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? റംലാനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ സ്ട്രോബെറി മിൽക്ക് ഷേക്ക്. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രോബെറി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായി കഴുകിയെടുത്ത ശേഷം ഞെട്ടൊക്കെ മാറ്റി ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറുതാക്കി കട്ട് ചെയ്തെടുത്താലാണ് പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ് കേട്ടോ. നന്നായി പഴുത്ത സ്ട്രോബെറി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചീത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാറിൽ തൊട്ട് ചെറിയ ഒരു ജാറ് കിട്ടുമല്ലോ, അതെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പുളിയുള്ള ഫ്രൂട്ട് ആയതുകൊണ്ടിട്ട് തന്നെ കുറച്ചധികം പഞ്ചസാര ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഇത് മാത്രം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കണം. ഇപ്പം നല്ലപോലെ ഇതേപോലെ അരച്ച് കിട്ടണം. ഒരു കട്ട പോലും ഉണ്ടാവരുത്, നല്ല ഫൈനായിരിക്കണം കേട്ടോ. ഇതിലേക്ക് പാലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് പാലിട്ട് അടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കട്ടപ്പാൽ എടുത്തിട്ട് അതുപോലെയും ഷേക്ക് അടിക്കാം. ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് നല്ല തണുത്ത പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ അടിച്ചെടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം സെർവ് ചെയ്യാം. നാച്ചുറലായിട്ട് തന്നെ ആ പിങ്ക് കളറിൽ നമുക്ക് അടിപൊളി സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നോമ്പ് തുറയൊക്കെ സമയത്ത് കഴിക്കാം, ഗസ്റ്റിന് കൊടുക്കാം. എന്തായാലും നല്ല ടേസ്റ്റിയാണ്. ഒരു ക്രഞ്ചി ഫീലിന് വേണ്ടിയിട്ട് ചെറിയ പീസസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് സൈഡിലും കൂടി ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് സ്ട്രോബെറി കിട്ടുന്ന സമയത്ത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ അതിനുശേഷം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഒന്ന്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.